ഇവിടെയാണെങ്കിൽ ഈ ഒരു പട്ടാളക്കാരൻ അവിടെ ഉണ്ടായിരുന്ന തടവുകാരന് മുമ്പ് വെച്ചൊരു ആപ്പിൾ കഴിക്കുകയാണ്. ഇത് കണ്ട തടവുകാരനാണെങ്കിൽ ഒരു ഗ്രനേഡ് എടുത്ത് കഴിക്കുന്ന പോലെ ആളുടെ മുമ്പിട്ട് ആക്ഷൻ. അത് ഇഷ്ടപ്പെടാത്ത പട്ടാളക്കാരനാണെങ്കിൽ ആളുടെ വയറ്റിനോട്ട് കുത്തിവെച്ച് കൊടുക്കുകയാണ്. ആ സമയം പട്ടാളക്കാരന്റെ വായിൽ നിന്ന് ജർമ്മൻ ലോക്കറ്റിലെ മാല പുറത്തേക്ക് വരികയാണ്. കുറച്ച് കഴിഞ്ഞ് അടുത്തുണ്ടായിരുന്ന പട്ടാളക്കാരന്റെ വാച്ച് അൽറാം അടിക്കുന്ന കേട്ട് ആള് തപ്പുമ്പോൾ ആളുടെ കയ്യിൽ അത് ഉണ്ടായിരുന്നില്ല. അതും ആ പട്ടാളക്കാരൻ നൈസായിട്ട് അടിച്ചു മാറ്റിയിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ കണ്ട മറ്റു പട്ടാളക്കാരാണ് ചിരിക്കുന്നുണ്ടായിരുന്നു. അടുത്തുള്ള പട്ടാളക്കാരൻ മേടിക്കാൻ പോയപ്പോൾ ആ തടവുകാരൻ നൈസ് ട്രിക്കിൽ ആളുടെ പോക്കറ്റിലേക്ക് തന്നെ വാച്ച് തിരിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ആളുടെ കോമാളിത്തരൊക്കെ കണ്ട് അവിടെ ഉണ്ടായിരുന്ന പട്ടാളക്കാരൊക്കെ ചിരിക്കുന്നുണ്ടായിരുന്നു. ഇത് കണ്ട തടവുകാരനാണെങ്കിൽ കൂടുതലും കോമാളിത്തരൊക്കെ കാണിച്ച പട്ടാളക്കാരെല്ലാം ആകർഷിക്കുകയാണ്. അതിന് തടവുകാരനാണ് അവിടെ ഉണ്ടായിരുന്ന ഷെഡിന്റെ ഉള്ളിലേക്ക് ഓടിക്കേറി പോയിട്ടുണ്ട്. കണ്ട പട്ടാളക്കാരെല്ലാരും കൂടി ആളെ പിടിക്കാനാണ് ഷെഡിന്റെ ഉള്ളിലേക്ക് കയറി. ഷെഡിന്റെ അടുത്ത് എത്താനായപ്പോഴത്തേക്കും ആ തടവുകാരനാണെങ്കിൽ വീപ്പ് കുട്ടി തലയിട്ടുകൊണ്ട് പുറത്തേക്ക് ഓടി വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പുറത്തേക്ക് വന്ന സമയത്താണ് പട്ടാളക്കാരെല്ലാരും കൂടി ആ വീപ്പ് കുട്ടി പൊക്കി നോക്കുമ്പോൾ ആളെ അവിടെ കാണുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ പട്ടാളക്കാരനെ അവിടെ ഉണ്ടായിരുന്ന എല്ലാ സ്ഥലവും അരിച്ചു പറക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് ആളെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. എന്നിട്ട് സൗണ്ട് കേട്ട് പട്ടാളക്കാരെല്ലാം മുകളിലേക്ക് നോക്കിയപ്പോഴാണ് ആ തടവുകാരൻ ഷെഡിന്റെ മുകളിൽ നിന്ന് കോമാളിത്തരം കാണിക്കുന്നുണ്ടായിരുന്നു. ഇതുകൊണ്ട് ഓഫീസറാണ് പട്ടാളക്കാരനെ താഴോട്ട് ഇറങ്ങി വരാൻ പറഞ്ഞപ്പോൾ ആള് കേട്ടിട്ടുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് പട്ടാളക്കാരൻ പറയുകയാണ്, താഴോട്ട് വന്നില്ലെങ്കിൽ ഈ തൂക്കാറിട്ട കൊച്ചിനെ ഞാനിപ്പം കൊല്ലുമെന്ന് പറയുകയാണ്. അത് കേട്ട തടവ് പുള്ളിയാണെങ്കിൽ ആ ഷെഡിന് മുകളിൽ നിന്ന് താഴോട്ടേക്ക് നേരെ ചാടുകയാണ്. ആള് മരിച്ചു എന്ന് അറിയാൻ അവിടെ ഉണ്ടായിരുന്ന പട്ടാളക്കാരെല്ലാം കൂടി അവന്റെ അടുത്തേക്ക് ഓടിച്ചെന്നു. അപ്പത്തേക്ക് കൊല്ലാൻ വേണ്ടി വെച്ചിന് കൊച്ചുങ്ങളെ കാണാനില്ല. അതേസമയം പട്ടാളക്കാരുടെ ശത്രുക്കളാണെങ്കിൽ ഒളിഞ്ഞിരുന്ന് ഇവരെല്ലാം വെടിവെച്ച് വീഴ്ത്തുകയാണ്. ഇത്തം പറഞ്ഞ് കാണിച്ചു വിട്ടെല്ലാം ആണെങ്കിൽ തടവുകാരൻ്റെ ഒരു പ്ലാൻ ആയിരുന്നു. അതിന് തടവ് പുള്ളിയാണെങ്കിൽ എണീറ്റിട്ട് അവസാനം ഉണ്ടായിരുന്ന പട്ടാളക്കാരെ നേരെ കൈ ചൂണ്ടി ആലയം കൊള്ളുകയാണ്.